ആദ്യ പ്രതികരണത്തിലേക്ക് ശ്രീ എം കെ രാഘവന്റെ പ്രതികരണത്തിലേക്ക് ഒന്ന് പോകുന്നു അഭിലാഷ്. ശ്രീ എം കെ രാഘവൻ കാത്തിരുന്ന ദിവസം എത്തിയിരിക്കുന്നു. അർജുന്റെ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു. അതിന് പൂർണ്ണമായും പരിശ്രമിച്ച താങ്കളോടും കേരളം കടപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? ഇത് 71ാമത്തെ ദിവസമാണ് ക്യാബിൻ കണ്ടെത്താൻ കഴിഞ്ഞത്. അത് മാത്രമല്ല, ഇടയ്ക്ക് ഈ പറയുന്ന പുഴയിലുണ്ടായിരുന്ന ഈ അണ്ടർ കറൻസ് അതിശക്തമായിരുന്നു. 6 to 8 knots വരെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരാൾക്കും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ അണ്ടർ കറൻസ് കുറയാൻ കാത്തുന്നു. 2.5-ലെത്തി. അതുകൊണ്ടാണ് ഇപ്പോൾ അത് ഇറങ്ങി കണ്ടെത്താൻ സാധിച്ചത്. അതിലുപരി ഇടയ്ക്കുണ്ടായിരുന്ന അനിശ്ചിതാവസ്ഥ എല്ലാവർക്കും അറിയാം. കാരണം ഡ്രഡ്ജർ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു. അതിന് നേരത്തെ 40 ലക്ഷമാണ് സത്യം പറഞ്ഞാൽ ഗോവയിലെ കമ്പനി ഞങ്ങളോട് പറഞ്ഞത്. പക്ഷെ പിന്നീട് 90 ലക്ഷമായി ഉയർന്നു. ആ ഒരു ആശയക്കുഴപ്പമുണ്ടായപ്പോഴാണ് ബാംഗ്ലൂരിൽ പോയി മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ കാണുകയും സംസാരിക്കുകയും അത് സ്പോട്ടിൽ തന്നെ കലക്ടറെ വിളിച്ച് പറയുകയും കാശ് നോക്കരുത്, നിർബന്ധമായും ഡ്രഡ്ജർ വരണം എന്ന് പറയുകയുമുണ്ടായി. അങ്ങനെയാണ് ഡ്രഡ്ജർ വന്ന് ഇവിടെ എത്തി. കഴിഞ്ഞ 3 ദിവസമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായാലും കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട സംഗതിയാണ്. താങ്കളിപ്പോൾ കോഴിക്കോടുണ്ടോ? ഞാൻ ഇവിടെ എയർപോർട്ടിലുണ്ട്. കണ്ണൂരാണ്. എയർപോർട്ടിലുണ്ട്. അർജുന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടോ? ഞാൻ സന്ധ്യയ്ക്ക് ശേഷം പോകും. ശരി. ഈ ഘട്ടത്തിൽ എന്താണ് അർജുന്റെ കുടുംബത്തോട് പറയാനുള്ളത് ശ്രീ എം കെ രാഘവൻ? അല്ല, അവർ കഴിഞ്ഞ 71 ദിവസമായി അവര് വല്ലാത്ത ഒരു വേദനയിലും വിഷമത്തിലുമായിരുന്നു. കാരണം അർജുൻ എവിടെയാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അത് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, കർണാടക ഗവൺമെന്റ് കാണിച്ചിട്ടുള്ള ഈ ബോഡി കണ്ടെത്താൻ വേണ്ടി കാണിച്ചിട്ടുള്ള കർണാടക ഗവൺമെന്റ് കമ്മിറ്റ്മെന്റ്, അതിന് തീർച്ചയായും ഇവിടുത്തെ ഗവൺമെന്റിന് നന്ദി പറയേണ്ടതാണ്. കാരണം ആർമിയെ വിളിക്കുകയും നേവിയെ വിളിക്കുകയും അതുപോലെ തന്നെ ഡ്രോൺ അയച്ച് സ്പോട്ട് കണ്ടെത്താൻ എക്സ്പേർട്ടുകളെ വിളിച്ചും എല്ലാം നോക്കിയാൽ അതിനാവശ്യമായിട്ടുള്ള മുഴുവൻ എക്സ്പെൻസും മീറ്റ് കർണാടക ഗവൺമെന്റാണ്. തീർച്ചയായും അവസാന നിമിഷം ഒരു നിലപാടിലേക്ക് അവർ എത്തി എന്നുള്ളത് പ്രധാനം തന്നെയാണ്. വളരെ നന്ദി ശ്രീ എം കെ രാഘവൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. എം കെ രാഘവൻ MP ഈ തിരച്ചിൽ തുടരേണ്ടതുണ്ട് എന്ന് പറയുകയും അർജുന്റെ കുടുംബത്ത് വീട്ടിലേക്ക് നിരന്തരം പോവുകയും ഇതിനുവേണ്ടി കർണാടക സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തതിൽ പ്രധാനിയാണ് എം കെ രാഘവൻ MP. ഇപ്പോൾ അർജുന്റെ ട്രക്ക് കണ്ടെത്തുമ്പോൾ അത് കരയ്ക്കടുപ്പിക്കുമ്പോൾ അതിനകത്ത് ഒരു മൃതദേഹമുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.